Hello everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എവ്രിഡേ ലൈഫിൽ നമുക്ക് സാധാരണ സ്കൂളിൽ കുട്ടികളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മക്കളോടൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളത് കൈ പൊക്കൂ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ടീച്ചറിന് കുട്ടികളോടായാലും നമുക്ക് ചിലപ്പോൾ പേരൻസിനോടായാലും ഒക്കെ ആർക്കാ വേണ്ടത് കൈ പൊക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ കൈ പൊക്കൂ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? റേസ് യുവർ ഹാൻഡ്സ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റേസിൻ്റെ സ്പെല്ലിങ് ഇതാണ്. ഓക്കെ, റേസിൻ്റെ സ്പെല്ലിങ് ഇതാണ് കേട്ടോ. RISE എന്നുള്ളത് ഉദിക്കുക എന്നൊക്കെയുള്ള റേസ് ആണ്. ഇവിടെ ഉയർത്തുക എന്നുള്ള അർത്ഥത്തിൽ റേസ് യുവർ ഹാൻഡ്സ്. ഒരു കൈ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ റേസ് യുവർ ഹാൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, റേസ് യുവർ ഹാൻഡ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, കുട്ടികളോടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്ലീസ് യൂസ് ചെയ്ത് കുറച്ച് പൊലൈറ്റായിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. പ്ലീസ് റേസ് യുവർ ഹാൻഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? നമ്മൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകുമ്പം അവരെപ്പോഴും കുട്ടികളോടൊക്കെ കൂടുതലും പ്ലീസ്, കുട്ടികളോടൊന്നും മാത്രമല്ല കുറച്ചധികം പൊലൈറ്റായിട്ടാണ് സംസാരിക്കാറുള്ളത്. സോ നമ്മൾ മലയാളത്തിൽ നിന്ന് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ് ദ ഡോർ, ഗോ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, പക്ഷെ അവരെങ്ങനെയാണ് യൂസ് ചെയ്യുക? പ്ലീസ് ക്ലോസ് ദ ഡോർ, പ്ലീസ് ലീവ്, ഇങ്ങനെ പ്ലീസ് ചേർത്തിട്ടാണ് സംസാരിക്കാറുള്ളത് എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, പുസ്തകം തുറക്കൂ. സിമ്പിൾ ആണ്. ഓപ്പൺ യുവർ ബുക്ക്. ഓപ്പൺ യുവർ ബുക്ക്. പുസ്തകം തുറക്കൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഇത് വായിക്കാൻ കഴിയുമോ? ഇത് വായിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കഴിയുമോ, സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ ക്യാൻ യു. ക്യാൻ യു സിങ്? നിനക്ക് പാടാൻ കഴിയുമോ? ക്യാൻ യു ഡാൻസ്? നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുമോ? അപ്പം ഞാൻ ചോദിക്കുകയാണ്, വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റീഡ്? ഇതെന്ന് പറയാൻ നമുക്ക് ഒന്നെങ്കിൽ ഇറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദിസ് ഉപയോഗിക്കാം. ക്യാൻ യു റീഡ് ദിസ്? സോറി, റീഡിങ് ഇല്ല കേട്ടോ. ക്യാൻ യു റീഡ് ദിസ്? നിനക്കിത് വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ് മലയാളം? നിനക്ക് മലയാളം എഴുതാൻ കഴിയുമോ? ക്ലിയർ ആണോ? നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ്? ലിസൺ. ശ്രദ്ധിച്ചു കേൾക്കൂ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ലിസൺ. ലിസൺ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടു ചേർക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. ലിസൺ ടു മ്യൂസിക്, ലിസൺ ടു സോങ്സ്, അല്ലെങ്കിൽ ലിസൺ ടു ദ ക്ലാസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. സോ ലിസൺ ടു ദ നിർദ്ദേശങ്ങൾ എന്നുള്ളത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ കേൾക്കൂ എന്നുള്ള അർത്ഥത്തിൽ. ഇനി ശ്രദ്ധിച്ച് എന്ന് പറയാനായിട്ട് കെയർഫുള്ളി. ശ്രദ്ധിക്കുക, കെയർഫുള്ളി എന്ന് എഴുതുമ്പോൾ LLY. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചു കൈ പൊക്കൂ, റേസ് യുവർ ഹാൻഡ്. റേസ് യുവർ ഹാൻഡ്, നമ്മൾ ഹാൻഡ്സ് അപ്പ് എന്നും പറയാം. ഹാൻഡ്സ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പുസ്തകം തുറക്കൂ. ഓപ്പൺ യുവർ ബുക്ക്. ഇത് വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റീഡ് ദിസ്? മലയാളം എഴുതാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ് മലയാളം? നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. വെറുതെ നിർദ്ദേശങ്ങൾ കേൾക്കൂ എന്ന് മാത്രം പറയണമെങ്കിൽ ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മുന്നിലൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ വരൂ, എന്നെ പിന്തുടരൂ. എങ്ങനെ പറയാം? നമുക്ക് പ്ലീസ് ചേർത്തിട്ട് എന്നെ പിന്തുടരൂ. ഫോളോ മീ. അവനെ പിന്തുടരൂ, അവൻ്റെ കൂടെ പോകൂ. ഫോളോ ഹിം എന്ന് പറയാം. സോ എന്നെ പിന്തുടരൂ, ഫോളോ മീ എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ, റോഡ് മുറിച്ച് കടക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. റോഡ് മുറിച്ച് കടക്കുക എന്നുള്ളതിന് നമ്മൾ കട്ട് എന്നോ ബ്രേക്ക് എന്നൊന്നും അല്ല പറയാ, ക്രോസ് ദ റോഡ് എന്നാണ് പറയാ. ക്രോസ് ദ റോഡ്. റോഡ് മുറിച്ച് കടക്കുക, ക്രോസ് ദ റോഡ്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ എൻ്റെ കൈ പിടിക്കൂ. എങ്ങനെയാണ് നമ്മൾ പറയാ? നിങ്ങളൊന്ന് കോമെന്റ് ചെയ്ത് നോക്കൂ. പ്ലീസ് ഹോൾഡ് മൈ ഹാൻഡ്സ് വൈൽ യു ക്രോസ് ദ റോഡ്. ഓക്കെ, അപ്പോൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ നീ എൻ്റെ കൈ പിടിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. സോ കൈ പിടിക്കുക എന്നുള്ളതിന് ഹോൾഡ്
മൈ ഹാൻഡ്സ്, എൻ്റെ കൈ പിടിക്കുന്നതാണെങ്കിൽ ഹോൾഡ് മൈ ഹാൻഡ്സ് എന്ന് പറയാം. അവൻ്റെ കൈ പിടിക്കുന്നതാണെങ്കിൽ ഹോൾഡ് ഹിസ് ഹാൻഡ്സ് എന്ന് പറയാം. സോ ഹോൾഡ് ഹാൻഡ്സ് എന്നാണ് കൈ പിടിക്കുക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. ക്ലിയർ ആണോ? അപ്പോൾ റോഡ് മുറിച്ചു കടക്കുക എന്നുള്ളതിന് ക്രോസ് ദ റോഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ന് എന്താണ് പഠിച്ചത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വരുന്ന നമ്മളുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇന്ന് എന്തായിരുന്നു പഠിച്ചതെന്ന് ചോദിക്കാറില്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ എന്താണ്, വാട്ട്. പഠിച്ചതെന്ന് പറയുന്ന സമയത്ത് അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് യൂസ് ചെയ്തു. വാട്ട് ഡിഡ് യു ലേൺ? ഇന്ന് എന്ന് പറയാൻ ടുഡേ. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? നീ എന്താണ് പഠിച്ചത്? സോ ഇവിടെ ശ്രദ്ധിക്കുക, ലേൺ എന്ന വാക്കും സ്റ്റഡി എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ലേൺ എന്ന് പറയുക. പക്ഷേ പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റഡി എന്ന് പറയുക. നമ്മൾ ഇരുന്ന് പഠിക്കില്ലേ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റഡി എന്ന് പറയുക. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ് അതിങ്ങനെ പഠിക്കുന്നതിനെ, നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നതിനെ നമ്മൾ അതിനെ ലേൺ എന്നാണ് പറയുക. പഠിക്കാൻ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറേ റിവൈസ് ചെയ്യുക, നമ്മൾ കുറേ എഴുതിയെടുക്കുക, നമ്മൾ കുറേ ബൈ ഹാർട്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് സ്റ്റഡി. ക്ലിയർ ആണോ? ചെറിയൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, നിന്റെ ഉത്തരം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? നമുക്ക് പ്ലീസ് ചേർക്കാം. പ്ലീസ് ചേർത്ത് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ് എക്സ്പ്ലെയിൻ. സോ വിശദീകരിക്കുക എന്നുള്ളതിന് നമ്മൾ എക്സ്പ്ലെയിൻ എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ, പ്ലീസ് എക്സ്പ്ലെയിൻ നിന്റെ ഉത്തരം, യുവർ ആൻസർ. പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ഇങ്ങനെ ഒന്ന് എന്നുള്ളതിന് നമ്മൾ എന്നോ വൺ എന്നൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. നീ ഒന്ന് പറയാമോ, പ്ലീസ് ടെൽ എന്നേ പറയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്നെ പിന്തുടരൂ, ഫോളോ മീ. റോഡ് മുറിച്ചു കടക്കുക എന്നുള്ളതിന് നമ്മൾ ക്രോസ് ദ റോഡ് എന്ന് പറയാം. ക്രോസ് ദ റോഡ്. ക്ലിയർ? നെക്സ്റ്റ്, ഇന്ന് എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഇന്നലെ എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ യെസ്റ്റർഡേ? നാളെ എന്ത് പഠിക്കും? വാട്ട് വിൽ യു ലേൺ ടുമോറോ? ക്ലിയർ? നിന്റെ ഉത്തരം ഒന്ന് വിശദീകരിക്കാമോ? പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത് അല്ലേ? അവന് ഈ കാലാവസ്ഥ ശീലമായി എന്ന് നമ്മൾ പറയില്ലേ? ഹി ഈസ് യൂസ്ഡ് ടു ഈ കാലാവസ്ഥ, ദിസ് വെദർ. ശീലമായി. കണ്ടോ? ഐ ആം യൂസ്ഡ് ടു എനിക്ക് ശീലമായി ഈറ്റിംഗ് സ്പൈസി ഫുഡ്. കണ്ടോ? സ്പൈസി ഫുഡ് കഴിക്കുന്നത് ശീലമായി. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ഇന്ന് ലേറ്റ് പഠിച്ച ശീലമായി, വൈകി ഇരുന്ന് പഠിച്ച ശീലമായി. എങ്ങനെ പറയാം? വി ആർ യൂസ്ഡ് ടു സ്റ്റഡിങ് ലേറ്റ്. വൈകി ഇരുന്ന് പഠിക്കുന്നത് അല്ലേ? അറ്റ് നൈറ്റ് എന്ന് ചേർത്താൽ രാത്രി. ഓക്കെ. ഷീ വാസ് യൂസ്ഡ് ടു അവൾക്ക് ശീലമായിരുന്നു. യൂസ്ഡ് ടു കുക്കിംഗ് അവളുടെ ഫാമിലിക്ക്, ഫോർ ഹർ ഫാമിലി. They were used to അവർക്ക് കുറേ ദൂരം നടന്ന് അവർക്ക് ശീലമാണ്, അവർക്കത് ശീലമായി. എങ്ങനെ പറയാം? ഇവിടെ നമുക്ക് നോക്കാം. ആയിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് വാസ് എന്ന് യൂസ് ചെയ്യാം അല്ലേ? പണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ്. ഞാനായിരുന്നു ഒരു വിദ്യാർത്ഥി. ഐ വാസ് എ സ്റ്റുഡൻറ് അല്ലേ? ഞാൻ പണക്കാരൻ ആയിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ്. ഞാനായിരുന്നു റിച്ച്. ഐ വാസ് റിച്ച്. അവൾ ബുദ്ധിശാലി ആയിരുന്നു. ഷീ വാസ് ഇന്റലിജന്റ് അല്ലെങ്കിൽ ക്ലെവർ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഇനി അവനൊരു അധ്യാപകൻ ആയിരുന്നു. ഇതെങ്ങനെയാ പറയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. ഓർക്കുക, റിമെമ്പർ. ഓർക്കുന്നില്ല എന്ന് പറയാനായിട്ട് ഡോണ്ട് റിമെമ്പർ എന്ന് യൂസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഞാൻ ഓർക്കുന്നു, ഐ റിമെമ്പർ. ഞാൻ ഓർക്കുന്നു, ഐ റിമെമ്പർ. ഞാൻ അത് ഓർക്കുന്നു, ഐ റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയാം. ഞാൻ ഓർക്കുന്നില്ല,
എങ്ങനെ പറയാം? ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ്, ഞാൻ അത് ഓർക്കുന്നില്ല. ഞാൻ നിന്നെ ഓർക്കുന്നു. ഇതെങ്ങനെയാ പറയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യില്ലേ? ഞാൻ സമ്മതിക്കുന്നു, എങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് നമ്മൾ ഐ, സമ്മതിക്കുന്നു എന്നുള്ളതിന് നമ്മൾ അഗ്രി. ഞാൻ വിസമ്മതിക്കുന്നു, അപ്പൊ അഗ്രി എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെ പറയും? ഐ ഡിസഗ്രി. ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ വിസമ്മതിക്കുകയാണ് അല്ലെ? ഐ ഡിസഗ്രി. എനിക്കൊരു ധാരണയും ഇല്ല, എങ്ങനെ പറയും? ഐ ഹാവ് നോ ഐഡിയ. എനിക്കൊരു ഐഡിയ ഇല്ല അതിനെ കുറിച്ച്, നോ ഐഡിയ. അനങ്ങരുത്, ഒരു കാര്യം ഇതാ, അരുത് അരുത് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അനങ്ങരുത് എന്നതുകൊണ്ട് ഡോണ്ട് മൂവ്, അനങ്ങരുത്. അത് സാരമില്ല, എങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇത് ചെയ്യരുത്, എങ്ങനെ പറയും? അരുത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചു ഡോണ്ട് ആണെന്നല്ലേ? ഇത് ചെയ്യരുത്. കമന്റ് ചെയ്യണേ.